ജെറമിയ 32 അധ്യായം. നിലം വാങ്ങുന്നു. യൂദാ രാജാവായ സെദക്കിയായുടെ ഭരണത്തിന്റെ 10-ാം വർഷം, നബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 18-ാം വർഷം കർത്താവിൽ നിന്ന് ജെറമിയായ്ക്ക് അരുളപ്പാടുണ്ടായി. അക്കാലത്ത് ബാബിലോൺ സൈന്യം ജെറുസലേമിനെ ഉപരോധിക്കുകയായിരുന്നു. അന്ന് ജെറമിയ പ്രവാചകൻ യൂദാ രാജാവിന്റെ കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള കാരാഗൃഹത്തിലായിരുന്നു. അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുമ്പോൾ യൂദാ രാജാവായ സെദക്കിയ ഇപ്രകാരം ചോദിച്ചു: ഈ നഗരത്തെ ഞാൻ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും. അവൻ അത് കീഴടക്കുകയും ചെയ്യും. കൽദായുടെ കയ്യിൽ നിന്ന് യൂദാ രാജാവായ സെദക്കിയ രക്ഷപ്പെടുകയില്ല. ബാബിലോൺ രാജാവിന്റെ കൈകളിൽ അകപ്പെടുക തന്നെ ചെയ്യും. അവനെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യും. അവൻ സെദക്കിയായെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവനെ സന്ദർശിക്കുന്നതുവരെ അവൻ അവിടെ ആയിരിക്കും. നിങ്ങൾ കൽദായരോട് യുദ്ധം ചെയ്താലും വിജയിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ എന്തിന് പ്രവചിച്ചു? ജെറമിയ പറഞ്ഞു: കർത്താവ് എന്നോട് അരുളി ചെയ്തു, നിന്റെ പിതൃസഹോദരനായ ഷല്ലൂമിന്റെ പുത്രൻ ഹനാമേൽ അനാത്തോത്തിലുള്ള എന്റെ സ്ഥലം വാങ്ങുക. അത് വാങ്ങാനുള്ള അവകാശം നിന്റേതാണ് എന്ന് നിന്നോട് വന്നു പറയും. കർത്താവ് അരുളി ചെയ്തതുപോലെ എന്റെ പിതൃസഹോദരപുത്രൻ ഹനാമേൽ കാരാഗൃഹത്തിൽ എന്റെ അടുക്കൽ വന്നു. ബെഞ്ചമിന്റെ ദേശത്തുള്ള അനാത്തോത്തിലെ എന്റെ സ്ഥലം നീ വാങ്ങുക. അത് വാങ്ങാനുള്ള അവകാശം ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ എന്ന നിലയ്ക്ക് നിന്റേതാണ്. നീ അത് വാങ്ങണം എന്ന് എന്നോട് പറഞ്ഞു. അത് കർത്താവിന്റെ. അപ്പോൾ എനിക്ക് മനസ്സിലായി. അതനുസരിച്ച് എൻ്റെ പിതൃസഹോദരനിൽ നിന്ന് അനാത്തോത്തിലുള്ള സ്ഥലം ഞാൻ വാങ്ങി. അതിൻ്റെ വില 17 ഷെക്കൽ വെള്ളി ഞാൻ തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്ര വെച്ചു. സാക്ഷി ഒപ്പുവെച്ചതിന് ശേഷം വില തുലാസിൽ വെച്ച് തൂക്കി അവന് കൊടുത്തു. അങ്ങനെ നിയമവും നാട്ടുനടപ്പും അനുസരിച്ച് മുദ്രവെച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഞാൻ വാങ്ങി. എൻ്റെ പിതൃസഹോദരപുത്രനായ ഹനാമേലിൻ്റെയും ആധാരത്തിൽ ഒപ്പുവെച്ചവരുടെയും കാരാഗൃഹത്തിൻ്റെ നടുമറ്റത്ത് സന്നിഹിതരായിരുന്ന എല്ലാ യഹൂദരുടെയും സാന്നിധ്യത്തിൽ മഹസേയായുടെ പുത്രനായ നേരിയായുടെ മകൻ ബാറൂക്കിൻ്റെ കയ്യിൽ ഞാൻ ആധാരം കൊടുത്തു. അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ബാറൂക്കിനോട് പറഞ്ഞു: ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മുദ്രവെച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഏറിയ കാലം ഭദ്രമായിരിക്കേണ്ടതിന് ഒരു മൺഭരണിയിൽ സൂക്ഷിക്കുക. ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ആധാരം നേരിയായുടെ മകൻ ബാറൂക്കിൻ്റെ കയ്യിൽ കൊടുത്തതിനു ശേഷം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു: ദൈവമായ കർത്താവെ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. അങ്ങ് 1000 തലമുറകളോട് കാരുണ്യം കാണിക്കുന്നു. എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോട് പകരം വീട്ടുകയും ചെയ്യുന്നു. ശക്തനും പ്രതാപവാനുമായ ദൈവമേ, അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണല്ലോ. അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ്. ഓരോരുത്തർക്കും അവനവന്റെ നടപ്പിനും ചെയ്തികൾക്കും അനുസൃതമായ പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. ഈജിപ്തിലും ഇസ്രയേലിലും എല്ലാ ജനതകളുടെ ഇടയിലും ഇന്നോളം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അവിടുന്ന് പ്രസിദ്ധനായി. അങ്ങയുടെ ജനമായ ഇസ്രയേലിനെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഭുജബലത്താലും ഭീതിതമായ പ്രവൃത്തിയാലും ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന ഈ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു. അവർ വന്ന് അത് കൈവശപ്പെടുത്തി. എങ്കിലും അവർ അങ്ങയുടെ വാക്ക് കേൾക്കുകയോ നിയമമനുസരിക്കുകയോ ചെയ്തില്ല. അങ്ങ് ചെയ്യാൻ കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല. അതിനാൽ
ഈ തിന്മകളെല്ലാം അവരുടെ മേൽ അങ്ങ് വരുത്തി. ഇതാ, നഗരം പിടിച്ചടക്കാൻ കൽദായർ ഉപരോധദുർഗം നിർമ്മിച്ച് ആക്രമിക്കുന്നു. വാളും ക്ഷാമവും പകർച്ചവ്യാധിയും നിമിത്തം ഈ നഗരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് അരുളി ചെയ്തതെല്ലാം സംഭവിച്ചതും അങ്ങ് കാണുന്നുണ്ടല്ലോ. കൽദായരുടെ കരങ്ങളിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടിട്ടും സാക്ഷികളെ മുൻനിർത്തി നിലം വിലയ്ക്ക് വാങ്ങുക എന്ന് ദൈവമായ കർത്താവെ അവിടുന്ന് എന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ കർത്താവ് ജെറമ്യായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ നഗരം കൽദായരുടെ ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അത് കീഴടക്കും. ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായർ കടന്നുവന്ന് നഗരത്തിന് തീ വയ്ക്കും. നഗരത്തിൽ ഏതെല്ലാം ഭവനങ്ങളുടെ മേൽപ്പുരകളിൽ വെച്ച് എന്നെ പ്രകോപിപ്പിക്കാനായി ബാലിന് ധൂപവും അന്യദേവന്മാർക്ക് പാനീയബലിയും അർപ്പിച്ചുവോ അവയും ഞാൻ നശിപ്പിക്കും. ഇസ്രായേൽ മക്കളും യൂദായുടെ മക്കളും ചെറുപ്പം മുതലേ എൻ്റെ സന്നിധിയിൽ തിന്മ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കരവേല കൊണ്ട് എൻ്റെ കോപത്തെ വർദ്ധിപ്പിക്കുകയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, പണിയപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ ഈ നഗരം എൻ്റെ കോപവും ക്രോധവും ജ്വലിപ്പിക്കുകയായിരുന്നു. ഇതിനെ ഞാൻ എൻ്റെ മുൻപിൽ നിന്ന് തുടച്ചു മാറ്റും. ഇസ്രയേലിൻ്റെ സന്തതികളും യൂദായുടെ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളും തിന്മ പ്രവർത്തിച്ച് എന്നെ ക്രൂദ്ധനാക്കി. അവർ മുഖമല്ല പുറമത്രേ എൻ്റെ നേരെ തിരിച്ചതും. ഞാൻ നിരന്തരം ഉപദേശിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ല. എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മോളക്കിന് അഗ്നിയിൽ ആഹൂതി ചെയ്യാൻ ബെൻഹിന്നോം താഴ്വരയിൽ ബാലിൻ്റെ പൂജാഗിരികൾ നിർമ്മിച്ചു. ഇത് ഞാൻ അവരോട് കൽപ്പിച്ചതല്ല. ഈ മ്ലേച്ഛപ്രവൃത്തി വഴി യൂദായെക്കൊണ്ട് പാപം ചെയ്യിക്കണമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചതുപോലും ഇല്ല. യുദ്ധം, ക്ഷാമം, പകർച്ചവ്യാധി എന്നിവയാൽ ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് നിങ്ങൾ പറഞ്ഞ ഈ നഗരത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ഉഗ്രകോപത്താൽ അവരെ ചിതറിച്ച ദേശങ്ങളിൽ നിന്നെല്ലാം അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും. ഞാൻ അവരെ സുരക്ഷിതരാക്കും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിനും അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്ത് നട്ടുവളർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിൻ്റെ മേൽ വലിയ അനർത്ഥങ്ങൾ വരുത്തി. അതുപോലെ തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകളും ഞാൻ അവരുടെ മേൽ വർഷിക്കും. മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു, കൽദായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങൾ വാങ്ങും. അവർ ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂദായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗബിലുമുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്രവെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും. കർത്താവ് അരുളി ചെയ്യുന്നു.